ികളെ പ്രബുദ്ധരായ സംവിധായകരെ, അമ്മമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഞാൻ ഐശ്വര്യ, ദേശീയ ജനാധിപത്യ സഖ്യം NDAയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ജനവിധി തേടുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിലൂന്നിയ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ആദ്യ കണ്ണിയാണ് ജില്ലാ പഞ്ചായത്ത്. അദ്ദേഹം ഉറച്ചു വിശ്വസിച്ച ഒന്നുണ്ട്, ഇന്ത്യയുടെ ആത്മാവ് അതിന്റെ ഗ്രാമങ്ങളിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 7.5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ച് നമ്മുടെ രാജ്യത്തെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റി തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ്, അത് മാത്രമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജി സർക്കാരിനുമുള്ളത് എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യകതയില്ല. കാരണം അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള സമർപ്പണവും അദ്ദേഹത്തിന്റെ ദൂരദർശിത്വവും ദാർശനികതയും എല്ലാം തന്നെ ഇന്ന് നമ്മുടെ ഭാരതത്തെ എത്തിച്ചേർത്തിരിക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഉന്നതങ്ങളിലേക്കാണ് എന്നുള്ളത് ഒട്ടും സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. അത് തന്നെയാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ശക്തനും സ്വീകാര്യനുമായ ഒരു ഭരണാധികാരിയാക്കി തീർത്തത്. ഏർത്ത് പഞ്ചായത്തിലെ പല വാർഡുകളിലും ഇത് സ്വീകരണം ഉണ്ടായിരുന്നു. അടൂർ ഈയിടയ്ക്ക് വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട് നവീകരണം നടത്തിയ അടൂർ ഗോപാലകൃഷ്ണൻ റോഡുണ്ട്. ഇരുവശങ്ങളും ഇടിഞ്ഞു താണു കിടക്കുന്ന അവസ്ഥയാണ്. ജനശക്തി നഗറിൽ ശ്രമദാനത്തിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ നിർമ്മിച്ച ഒരു കനാലുണ്ട്. ആ കനാലിൽ അവിടെ ഒരു സ്മാരകം, ആ സ്ഥലത്ത് ഒരു സ്മാരകം പണിയും എന്നുള്ളത് ഇപ്പോഴും വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഏർത്ത് പഞ്ചായത്തിന്റെയും കടമ്പനാട് പഞ്ചായത്തിന്റെയും അതിർത്തിയിൽ നെല്ലിമുകൾ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിൽ ഒരു ക്യാമറ സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് കെൽട്രോണുമായി കരാറൊപ്പിട്ട് വർഷങ്ങളായി. ഇന്നേ വരെ അവിടെ ഒരു ക്യാമറ പോലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നാം ഓരോരുത്തരും, കേരളത്തിലെ ഓരോരോ ജനതയും ഇന്ന് 1.5 ലക്ഷത്തിലധികം വരുന്ന കടത്തിലാണ്. ഇത്രയും നാളും ഇവിടെ മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണികളുടെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും നേർസാക്ഷിയും സാക്ഷ്യപത്രവുമാണത്. ഈ വാർഡിലെ നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ പ്രിയങ്കരിയായ ശ്രീലേഖ ചേച്ചിക്കാവുന്ന വിധം ഈ വാർഡിൽ വികസനം ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചിയുടെ സ്വന്തം വരുമാനം വരെയും ചേച്ചി ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചേച്ചി ഹൃദയത്തിൽ തൊട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏവരോടും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളായിട്ടുള്ള ജൻ ആരോഗ്യ യോജന, ജൽജീവൻ മിഷന്റെ കാര്യം പറയട്ടെ. ഇവിടെ ജൽജീവൻ മിഷന് പണം അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പക്ഷെ അത് നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിയുടെ ഉത്തരവാദിത്തമാണ്. അതിവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല. പൈപ്പ് ലൈനുകൾ എത്തിച്ചിട്ടും ഇവിടെ ടാങ്ക് നിർമ്മിക്കാൻ അവർ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് അവരുടെ ശീലം. വികസനം ഉണ്ടാവരുത്, ജനങ്ങളുടെ അജ്ഞതയെ അവർ ഉപയോഗിച്ച്, ജനങ്ങളുടെ തെറ്റിദ്ധാരണയെ ഉപയോഗിച്ച് ജനക്ഷേമ പദ്ധതികളെ മുരടിപ്പിക്കുക എന്നുള്ളത് ഇടതു വലതു മുന്നണികളുടെ ശീലമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇടതുമുന്നണിക്ക് ന്യായീകരിക്കാനുള്ള രാഷ്ട്രീയം സ്വർണ്ണക്കൊള്ളയുടെയും കള്ളക്കടത്തിന്റെയും ശബരിമലയിലെ കാര്യം നമ്മൾ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ത്രീ പ്രവേശനം തൊട്ട് തന്നെ വിശ്വാസ സംരക്ഷണത്തിന് അവരെങ്ങനെയാണ് വിലങ്ങുതടിയായിട്ടുള്ളത് എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. UDFന് സംസാരിക്കാനുള്ളത് സ്ത്രീ വിരുദ്ധതയുടെയും സ്ത്രീ പീഡനത്തിന്റെയും രാഷ്ട്രീയമാണ്. പക്ഷേ NDA ഗവൺമെന്റ്, BJP ഇന്നേ വരെ സംസാരിച്ചിട്ടുള്ളതും ഇനി സംസാരിക്കാൻ പോകുന്നതും എല്ലാം തന്നെ വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ്. വികസനം മാത്രം ചോദിച്ചാണ് ഞങ്ങൾ വോട്ട് നേടിയിട്ടുള്ളത്. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത് കേവലം ഒരു ജയത്തിന് വേണ്ടി മാത്രമല്ല എന്ന് ഞാൻ ഉറക്കെ പറയുന്നു. നന്മയുടെ വിജയത്തിന് വേണ്ടി, നേരിന്റെ വിജയത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി വാർഡ് തലത്തിലും ഒരു വികസന തുടർച്ച ആവശ്യമുണ്ട്. ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും NDA പ്രതിനിധികളെ വിജയിപ്പിക്കേണ്ട ആവശ്യകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 9-ന് നമ്മൾ പോളിംഗ് ബൂത്തുകളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം തങ്ക താമര അടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ ശ്രീലേഖ ചേച്ചിയെയും, ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സുശീല ചേച്ചിയെയും, ജില്ലയിലേക്ക് മത്സരിക്കുന്ന എന്നെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും നിർത്തുകയാണ്. നിങ്ങൾ ഏവർക്കും ഒരു കൂടെപ്പിറപ്പായി എന്നും കൂടെ ഉണ്ടാകും. ഇത് ഹൃദയത്തിൽ തട്ടി, ചങ്കിൽ തട്ടി പറയുന്ന ഉറപ്പാണ്. ചേച്ചിയും കൂടെ ഉണ്ടാകും.
ഉണ്ടാകും. ചേച്ചിയുടെ പരമാവധി ചേച്ചി കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വികസന തുടർച്ച ഇനിയുള്ള 5 വർഷക്കാലവും ഉണ്ടാകും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട്, ചങ്കിൽ തട്ടി ഉറപ്പ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കി ജയ്. പ്രിയമുള്ളവരെ,